ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വാഹനം ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വാഹനത്തിൻ്റെ ഡോർ പാഡിൽ നിന്നൊക്കെ ചെറിയ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് പുതിയ വാഹനങ്ങളായിരിക്കത്തില്ല, കുറച്ച് പഴക്കം ചേരുന്നതോറും നമുക്ക് കിട്ടുന്ന ഒരു പ്രശ്നമാണ്. അല്ലാത്ത പക്ഷം നമ്മൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഡോർ പാഡൊക്കെ അഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു പ്രോബ്ലമാണ് ഡോർ പാഡ് സൗണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡോർ പാഡ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയ ഒച്ചയും ബഹളമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും കൂടെ കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഡോർ പാഡ് ഡാമ്പിങ്, അത് ഡോർ പാഡ് മാത്രമല്ല, നമുക്ക് ഫുൾ ബോഡി ഡാമ്പിങ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡോർ പാഡ് ഡാമ്പിങ് എന്താണെന്ന് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഈ കാണുന്ന പോലെ ഈ വാഹനത്തിന് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. ശരിക്കും ഇതിങ്ങനെയാണോ വരുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഇതൊരു മാരുതി ഡിസയർ വാഹനമാണ്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നു പറഞ്ഞാൽ ഈ ഒരു പോർഷൻസ് എല്ലാം ഇവിടെ ഒരു സ്റ്റിക്കർ യൂസ് ചെയ്ത്, ഇതാണ് ഡാമ്പിങ് ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഷീറ്റിൻ്റെ കനം നിങ്ങൾക്ക് ഇതേ കാണാൻ സാധിക്കും. ഈ ഒരു കനമുണ്ട്. അപ്പോൾ ഈ ഒരു ഡാമ്പിങ് ഷീറ്റ്സ് ഇത് പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. പല മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കൂടിയതും ക്വാളിറ്റി കൂടിയതും അങ്ങനെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ് ഇതിൻ്റെ ഗുണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ശരിക്കും നമുക്ക് ഈ പോകുന്ന കേബിൾസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ ലോക്ക്ഡ് ആണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസായി ചൂടൊക്കെ അടിച്ചും അങ്ങനെയൊക്കെ വന്ന് ഇത് കിടന്ന് പതുക്കെ സൗണ്ട് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. വയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അന്നേരം വയേഴ്സിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതും ഒരു ബുദ്ധിമുട്ടായി തുടങ്ങും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഡാമ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് സ്പീക്കേഴ്സൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോകുന്ന സമയത്ത്, അതായത് ഈ വയേഴ്സും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് പോകുന്നതായിരിക്കും. ഇതിൻ്റെ പുറത്തോട്ട് തട്ടി എന്ന് പറഞ്ഞാൽ വേറെ ഒച്ചയോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കത്തില്ല. മറ്റേ മെറ്റലിലോട്ട് തട്ടുമ്പോഴത്തേക്കും വരുന്നൊരു സൗണ്ട്. ഇത് തന്നെ രണ്ട് രീതിക്ക് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഔട്ട് സൈഡും ഒന്ന് ഇൻസൈഡും. അതായത് ഈ ഡോർ പാഡിനകത്തും കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അകത്തും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു വൈബ്രേഷൻ ഡാമ്പറായിട്ട് കൂടെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ വാഹനത്തിൽ ഇതുപോലത്തെ കപ്ലേഴ്സും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് ഇരിക്കുന്ന കാണാം. ഇതുപോലത്തെ സ്പോഞ്ച് നമ്മൾ പല സ്ഥലത്തും കാണാം. ഈ സ്പോഞ്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാമ്പിങ് പർപ്പസ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൽ ഈ പറയുന്ന പോലെ വയേഴ്സൊക്കെ ആണെങ്കിൽ വേറെ ഒച്ചയോ ബഹളമോ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക. ഡാമ്പിങ് ചെയ്യുന്നതിന് അത്യാവശ്യം റേറ്റ് വരുന്നതാണ്, വളരെ റേറ്റ് കുറവാണെന്നൊന്നും ഒരു കാരണവശാലും ഞാൻ പറയത്തില്ല. പക്ഷേ ചെയ്യുന്ന സ്ഥലത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുക. നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ചുമ്മാ വെറുതെ അലമ്പായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.